ഹലോ ഗൈസ്, ഞാൻ എൽജോ എൽസ് എൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ട് കാണും. തംബ്നെയിലിൽ നമ്മൾ വ്യക്തമായിട്ട് എന്താണ് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിൻലൻഡും ലക്സംബർഗും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ലക്സംബർഗും ഈ പറഞ്ഞ ഫിൻലൻഡും. അപ്പോൾ ദുബായിലൊക്കെ ലക്സംബർഗിലേക്ക് ഓപ്പർച്യൂണിറ്റി തരാമെന്ന് പറഞ്ഞ് പൊട്ടിമുളച്ച ഏജൻസികൾ ഇഷ്ടം പോലെയുണ്ട്. ഇതിന് കാരണം ഇത് ഇത്രയും ഹൈപ്പുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ലക്സംബർഗിലേക്ക് ഒരു ജോലി നോക്കുന്ന സമയത്ത് നമ്മൾ നേരിടാൻ പോകുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും അത് കണ്ടിട്ട് കാണും, ചിലരൊക്കെ കാണാത്ത ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ കാണാത്ത ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കതിപ്പം കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇതിനകത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ, നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായിട്ടുള്ള ഫിൻലൻഡും ലക്സംബർഗും തമ്മിലുള്ള ഈ കമ്പാരിസൺ, ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസണിലേക്ക് നമുക്കപ്പം കിടക്കാം. അപ്പോൾ ഒരു രാജ്യത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത്, ആ രാജ്യത്തെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളായി എടുക്കുന്ന ഒരു ഡിസിഷൻ നല്ലതാവത്തുള്ളൂ. അല്ലാതെ കണ്ണും പൂട്ടി നമ്മൾ ഏതെങ്കിലും രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ നാളെ അവിടെ ചെന്ന് അവിടുത്തെ പലതരത്തിലുള്ള അനുഭവങ്ങളും അനുഭവങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ രാജ്യത്തെ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരുമ്പം നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും, പിന്നെ അതൊരു മണ്ടത്തരമായി പോയി, ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം മണ്ടത്തരമായി പോയി എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏത് രാജ്യത്തെ ചൂസ് ചെയ്യണം, ലക്സംബർഗും ഫിൻലൻഡും തമ്മിലുള്ള ഈ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 4 പോയിൻറ്റ്സാണ്. ആ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, സാലറീസ്, എക്സ്പെൻസസ്, അതേപോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന സോഷ്യൽ ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷം മാത്രമായിരിക്കണം നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് മൈഗ്രേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു രാജ്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഈ രണ്ട് രാജ്യങ്ങളും ലക്സംബർഗും ഫിൻലൻഡിലെയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലക്സംബർഗിലേക്ക് ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞ് ഒത്തിരി ഏജൻസികൾ ദുബായിലൊക്കെ പൊട്ടിമുളച്ച് വരുന്നതായിട്ട് നമുക്കറിയാം, അല്ലേ? ഇവർ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് തരാറുണ്ട്. നിങ്ങൾ എന്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല, അൺസ്കിൽഡ് മേഖലയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത ഏജൻസികൾ സമീപിക്കാറുണ്ട്. അതിലൊരു 99.9% ഫേക്ക് ആണെന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിനകത്ത് അതെങ്ങനെയാണ് ഫേക്ക് ആയിട്ടുള്ള ഏജൻസിയെ കണ്ടുപിടിക്കാൻ എല്ലാം ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ലക്സംബർഗ് എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസും സ്കിൽ സെറ്റുകളും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു രാജ്യമായിരിക്കും ലക്സംബർഗ്. അത്ര ഈസി ആയിട്ട് നമുക്ക് ലക്സംബർഗിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ലക്സംബർഗ് അവർക്കെന്നും വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരിക്കും. ഫിൻലൻഡിലേക്ക് വരുന്ന സമയത്ത് ഫിൻലൻഡ് എന്ന് പറയുന്നത് ടെക്നോളജി, ഇന്നൊവേഷൻസ്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ, ഈ മേഖലയിലൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു രാജ്യമാണ്. ഈ മേഖലയിലൊക്കെ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. ലക്സംബർഗിൽ ഒത്തിരി ജോലി സാധ്യതകൾ നമ്മൾ ഹെൽത്ത് കെയർ പറയാറില്ല, പക്ഷേ ഫിൻലൻഡിലേക്ക് വരുന്ന സമയത്ത് ഹെൽത്ത് കെയറിൽ നല്ല ജോലി സാധ്യതകൾ പലപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ലക്സംബർഗിലെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ അകത്ത് ജോലി കിട്ടാൻ സാധ്യത കുറച്ചെങ്കിലും ഉള്ളത് കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് കെയർ ഗീവിങ്, അതായത് കെയർ ഹോംസിലൊക്കെയുള്ള അങ്ങനത്തെ ജോലികൾക്കൊക്കെയാണ് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലി കിട്ടാൻ സാധ്യത. അതേസമയം നിങ്ങൾ സ്കിൽഡ് കാറ്റഗറിയിലാണ് നോക്കുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന BCom അല്ലെ MCom, അതേപോലെ തന്നെ CA, ഇങ്ങനെയൊക്കെയുള്ള ACCA ഒക്കെ ചെയ്തിട്ട് വരുന്ന അങ്ങനെ ഈ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ജോലി സാധ്യതകൾ കിട്ടാൻ സാധ്യതയുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിനും കാര്യങ്ങളിലുമൊക്കെ. അപ്പോൾ ഫിൻലൻഡിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരുന്ന സെക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, റീറ്റെയിൽ ആൻഡ് ക്ലീനിങ് മേഖല. ഈ 3 മേഖലകളിലായിരിക്കും ഫിൻലൻഡിൽ നിങ്ങൾ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലി നോക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന മേഖലകൾ. അപ്പം ഇനി ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലക്സംബർഗ് ആണെങ്കിലും ഫിൻലൻഡ് ആണെങ്കിലും ചില ജോലികൾക്ക് ചില എംപ്ലോയേഴ്സ് നമുക്ക് സ്പോൺസർഷിപ്പും അൺസ്കിൽഡ് കാറ്റഗറിയിൽ തരാറുണ്ട്. പക്ഷേ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല, നല്ല രീതിയിൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ കുറേ നാളത്തെ പരിശ്രമത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതാണ് അൺസ്കിൽഡ് കാറ്റഗറിയുടെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇനി നമ്മൾ നോക്കുന്നത് രണ്ട് രാജ്യത്തെയും ആവറേജ് സാലറിയാണ്. അപ്പോൾ ലക്സംബർഗിലെയും ഫിൻലൻഡിലെയും. അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ആവറേജ് സാലറി. അതുകൊണ്ട് ഞാനിവിടെ
US ഡോളേഴ്സിലായിരിക്കും സാലറി പറയുന്നത്. സോ ഇത് നിങ്ങൾ ഇന്ത്യൻ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ യൂറോയുമായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ മേഖലയിൽ എത്ര സാലറി കിട്ടും. അപ്പം നമ്മൾ ലക്സംബർഗിലേക്ക് വരുന്ന സമയത്ത് ആവറേജ് സാലറി എന്ന് പറയുന്നത് 58,520 US ഡോളേഴ്സ് ആയിരിക്കും ഏകദേശം ലക്സംബർഗിലെ ഒരു ആവറേജ് സാലറി പെർ ഇയർ. അപ്പോൾ അത് മന്ത്ലി നോക്കുന്ന സമയത്ത് ഒരു 4,876 ഡോളറിനോളം നമുക്ക് മന്ത്ലി നമുക്ക് സാലറി ആയിട്ട് ലക്സംബർഗിൽ പ്രതീക്ഷിക്കാം. ഇനി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ടോപ്പ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ ഈ 58,520 എന്നുള്ള സാലറി 2,63,100, അതായത് നല്ല ടോപ്പ് പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാലറി 2,63,100 US ഡോളറിലേക്ക്, അതായത് മന്ത്ലി വരുമ്പം 21,925 US ഡോളർ മന്ത്ലി വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് വളരെ വലിയൊരു എമൗണ്ടാണ് കേട്ടോ. അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ പറയുന്നതാണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു 10 വർഷത്തിനൊക്കെ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ആദ്യമേ ഡിമാൻഡുള്ള സ്കിൽഡ് കാറ്റഗറി ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന സാലറി ആയിരിക്കും. അതേസമയം സാധാരണ ഒരാളുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 4,876 US ഡോളേഴ്സ് ആയിരിക്കും. ഇത്രയും നേരം പറഞ്ഞത് ലക്സംബർഗിലെ 2025 ലേറ്റസ്റ്റ് കണക്ക് പ്രകാരമുള്ള ആവറേജ് സാലറി. ഫിൻലൻഡിലെ അറൗണ്ട് ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് മന്ത്ലി 2023 കണക്ക് പ്രകാരം മന്ത്ലി ഒരു $4,000 US ഡോളറിലാണ് പറയുന്നത്. അത് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്തോളുക. അപ്പം അറൗണ്ട് ഒരു $4,000 എന്നുള്ള നിലയിലാണ് ഈ പറഞ്ഞ ഫിൻലൻഡിലെ ഒരു ആവറേജ് സാലറി വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സ്കിൽഡ് കാറ്റഗറിയിലാണ്. ഇനി അൺസ്കിൽഡ് കാറ്റഗറിയിലെ ജോലിയുടെ സാധ്യതകളും അതിൻ്റെ സാലറിയും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം എറൗണ്ട് ലക്സംബർഗിലെ അൺസ്കിൽഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് 2,447 US ഡോളേഴ്സ് ആയിരിക്കും. എന്നാൽ ഫിൻലൻഡിലേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ച് കുറവാണ്. 2,000 തൊട്ട് ഒരു 2,500 US ഡോളർ വരെയൊക്കെ വരാം. പക്ഷേ അത് 2,500 ഒക്കെ കിട്ടുന്നത് വളരെ റെയറാണ്. ഒരു 2,000 to 2,400 US ഡോളർ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഫിൻലൻഡിലെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ നമുക്ക് മന്ത്ലി നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ലിവിങ്ങിലേക്ക് വരുന്ന സമയത്ത് ലക്സംബർഗ് നല്ല രീതിയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഉള്ള ഒരു സ്ഥലമാണ്. ഫിൻലൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല രീതിയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലക്സംബർഗിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2,438 ഡോളറോളം പെർ മന്ത് എക്സ്പെൻസ് വരുമ്പം ഫിൻലൻഡിൽ നിങ്ങൾക്ക് എറൗണ്ട് ഒരു 1,615 ഡോളറോളം ഒക്കെ ആയിരിക്കും എറൗണ്ട് നിങ്ങളുടെ ഒരു എക്സ്പെൻസ് വരുന്നത്. എറൗണ്ട് ഒരു 34% ലെസ് എക്സ്പെൻസീവ് ആണ് ഫിൻലൻഡിലെ ചില ലിവിങ് എക്സ്പെൻസ് എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും ലക്സംബർഗിലെ നിങ്ങളുടെ വരവും ചിലവും കമ്പയർ ചെയ്യുന്ന സമയത്ത് എറൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി മുഴുവൻ തന്നെ ചിലവാക്കിയാലേ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഇതാണ് റിയാലിറ്റി. നിങ്ങൾ നല്ല രീതിയിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മേഖലയിൽ നല്ല സ്കിൽഡ് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ലക്സംബർഗിലെ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി മന്ത്ലി പേ ചെക്ക് ടു പേ ചെക്ക് ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കിട്ടുന്ന സാലറി മൊത്തം നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് തീർന്നു പോകുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലക്സംബർഗിൽ ജീവിക്കേണ്ടത്. അതേസമയം നിങ്ങൾ ഫിൻലൻഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കും. എന്നാൽ പോലും ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിൽ നിന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര നല്ല എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങൾ ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിലൊന്നും ജോലി നോക്കാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് സ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോലി സാധ്യതകൾ നോക്കാൻ വേണ്ടി യൂറോപ്പിലേക്കൊക്കെ ജോലി നോക്കുന്ന ആളുകൾ ട്രൈ ചെയ്യുക. അൺസ്കിൽഡ് കാറ്റഗറിയിലാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ പലതുമുണ്ട്. അത് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്തിട്ട് ഗൾഫ് റീജിയനിലൊക്കെ ഉള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും അൺസ്കിൽഡ് കാറ്റഗറി ജോലി നോക്കുന്ന ആളുകൾക്ക് എപ്പോഴും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവാണ്. ചിലർ ഈ ഒരു എമൗണ്ട് വെച്ച് ഞെരുങ്ങി ജീവിച്ചോളാം എന്നൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവരോടൊന്നും പറയുന്നില്ല. അതും നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ആരുടെ തലയിൽ ഇത് കയറാൻ പോകുന്നില്ല. നാളെ അവർ റിയാലിറ്റിയിൽ അത് ഫേസ് ചെയ്താൽ മാത്രമേ ചിലർക്കത് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മളൊന്നും ഒരിക്കലും പറയുന്നില്ല. ഓരോരുത്തരുടെയും പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് ഇതൊക്കെ ഓരോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈസായിട്ട് ആലോചിച്ച് മാത്രം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ രാജ്യങ്ങളിൽ ജീവിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സോഷ്യൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പം ഏകദേശം ലക്സംബർഗും ഫിൻലൻഡും സെയിം ആണ്. ഇപ്പം ലക്സംബർഗിലാണെങ്കിലും ഫിൻലൻഡിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പം ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് രണ്ട് രാജ്യങ്ങളിലും കിട്ടുന്നതായിരിക്കും. ലക്സംബർഗിലെ ഹെൽത്ത് കെയർ സിസ്റ്റവും എഡ്യൂക്കേഷൻ സിസ്റ്റവും ടോപ്പ് നോച്ചാണ്. ലോകത്തിന് ഏറ്റവും നല്ല ഹെൽത്ത് കെയർ സിസ്റ്റവും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ലക്സംബർഗ്. അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഫിൻലൻഡ് വെച്ച് തരുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നാൽ ഫിൻലൻഡിനെ ഒട്ടും നമുക്ക് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഫിൻലൻഡിലും നല്ല ഹെൽത്ത് കെയർ സിസ്റ്റവും അതേപോലെ തന്നെ
ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഈ ജീവിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം അല്ല. അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡോക്ടറിനെ കാണുക എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമല്ല. ഇനി സോഷ്യൽ ബെനിഫിറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഫ്രീ ട്രാൻസ്പോർട്ടും അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ ബെനിഫിറ്റ്സും ഫാമിലി അലവൻസസും ഈ പറഞ്ഞ ലക്സംബർഗിലുണ്ട്. അതേസമയം ഫിൻലൻഡിലേക്ക് വരുമ്പോഴും അവർ ഏകദേശം ഇതിനോട് ഏകദേശം സെയിം ആയിട്ടുള്ള ഫാമിലി അലവൻസസും ഹെൽത്ത് കെയർ സിസ്റ്റവും അതേപോലെ തന്നെ സോഷ്യൽ അലവൻസും കാര്യങ്ങളും എല്ലാം. അപ്പം ഫിൻലൻഡും നമുക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ നല്ല ഫാമിലി അലവൻസും കാര്യങ്ങളൊക്കെ തരുന്ന രാജ്യമാണ് ഫിൻലൻഡും. സോ ഇതാണ് സോഷ്യൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഓവറോൾ കമ്പാരിസൺ വരുന്നത്. നിങ്ങൾ ലക്സംബർഗ് ആണെങ്കിലും ഫിൻലൻഡ് ആണെങ്കിലും ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, ലാംഗ്വേജ് ബാരിയർ. അതായത് ഇവിടെയെല്ലാം ഈ യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്വന്തം ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ലക്സംബർഗ് ആണെങ്കിലും ഫിൻലൻഡ് ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ ലക്സംബർഗ് ആയിരിക്കും. കാരണം ലക്സംബർഗിൽ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാരും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇംഗ്ലീഷ് നോളജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഫിൻലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഫിൻലൻഡിലെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഫിൻലൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് മാത്രം വെച്ച് നമ്മൾ തുടർന്ന് പോകാൻ ശ്രമിച്ചാൽ തുടക്കത്തിലൊക്കെ കുറച്ചൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ പോലും പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ലോക്കൽ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. ഇതുള്ള ഒരു ബാരിയർ തന്നെയാണ് കേട്ടോ. എൻ്റെ കേസിലുള്ള ലോക്കൽ ലാംഗ്വേജിൻ്റെ ഈ ബാരിയർ അത്ര നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ലക്സംബർഗ് ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് കാറ്റഗറിയിൽ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ സാലറി വൈസും ടാക്സേഷൻ വൈസും ഹെൽത്ത് കെയർ വൈസും സോഷ്യൽ ബെനിഫിറ്റ്സിൻ്റെ ബേസിലും എല്ലാം ബെറ്റർ ആയിട്ടുള്ള രാജ്യം ലക്സംബർഗ് തന്നെയായിരിക്കും. അതേസമയം നിങ്ങൾ കുറച്ചുകൂടി അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോലിയൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് ലക്സംബർഗിനെ ഒരിക്കലും നമുക്കൊരു നല്ല ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്, അൺസ്കിൽഡ് മേഖലയിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ലക്സംബർഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ജോലി കിട്ടാൻ വേണ്ടിയും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയും. അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഫിൻലൻഡ്. ഫിൻലൻഡിലേക്ക് അൺസ്കിൽഡ് കാറ്റഗറിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്, സീസണൽ വർക്കുകൾ ഒത്തിരി കിട്ടാനുള്ള സാധ്യതകളുള്ള ഒരു രാജ്യമാണ് ഫിൻലൻഡ്. സോ അതേപോലെ തന്നെ കമ്പാരിറ്റീവ്ലി നമുക്ക് എക്സ്പെൻസ് വൈസും ചിലവ് കുറവുള്ള ഒരു രാജ്യമാണ് ഫിൻലൻഡ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അൺസ്കിൽഡ് കാറ്റഗറിയിലും ഒരു മിഡ് ലെവലിലുള്ള കരിയറൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, ഇനി ചെറിയ രീതിയിലുള്ള സ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോലിയൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഫിൻലൻഡ് ആയിരിക്കും ബെറ്റർ. അതേസമയം നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതായത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ലക്സംബർഗും നല്ലതാണ്, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതുമാണ്. ഏജൻസി പറയുന്ന എല്ലാം നിങ്ങൾ അപ്പാടെ വിശ്വസിക്കാതെ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തിയ ശേഷം മാത്രം ഇതിനകത്തേക്ക് ഈ പ്രോസസ്സിനകത്തേക്കും കാര്യങ്ങളിലേക്കും ഇറങ്ങുക. ലക്സംബർഗിൽ ജോലി സാധ്യതകൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് പലരും വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വരുമ്പം അവരോട് അതിനകത്തെ ആ ജോലി സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ചോദിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതിനകത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പല ആളുകളും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. സോ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ അപ്പം അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.